ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. ഈ വർഷം തുടങ്ങുകയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ സ്നേഹം അറിയിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഒരു മാസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ചിങ്ങമാസം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുതരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ഈ ഒരു മാസം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു യൂണിവേഴ്സൽ ഗൈഡൻസ് പോലെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ പല ചോദ്യങ്ങളുടെയും ഉത്തരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. കാര്യം നമ്മൾ ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരും, നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ അതിനെടുക്കണം എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, നിങ്ങളുടെ സോളിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. കാർഡ് നമ്പർ 1 ഡിഗ്നിഫൈഡ് ആണ്, നമ്പർ 4 ആണ് വരുന്നത്. ആൻഡ് പ്രോഗ്രഷൻസ് വന്നിട്ടുണ്ട് കാർഡ് നമ്പർ 2. സോ നിങ്ങൾ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 1, ഈ ഒരു കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, നിങ്ങൾ കാർഡ് സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 1 ഡിഗ്നിഫൈഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. ഹായ്, ഗ്രൂപ്പ് നമ്പർ 1, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഈ ഒരു മാസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് ഇപ്പോൾ പറയുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 3 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. ടീം വർക്ക്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഫിനാൻസ് ഒക്കെ നിങ്ങൾ കടം കൊടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഏസ് ഓഫ് പെന്റിക്കിൾസ്, യെസ്, പുതിയൊരു അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട്. പുതിയൊരു ഫിനാൻഷ്യൽ ബിഗിനിങ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം. ജോബ് നോക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ പുതിയ ജോബ് ഒക്കെ അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ച് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജസ്റ്റിസ്, 7 ഓഫ് wands, okay, the emperor, clarifications കൂടെ എടുക്കാം. 3 of cups, okay, 3 is very important. 5 of pentacles, again 3 of swords, moon card, ace of swords. ബോട്ടം എനർജി നൈറ്റ് ഓഫ് wands ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ 3 ആണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അത് ചില വ്യക്തികൾക്ക് ഇവിടെ ഫിനാൻസ് ആണ് അവരുടെ ജീവിതത്തിൽ ഒരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പുകളെയോ നിങ്ങളുടെ ജോലിയോ നിങ്ങൾക്ക് പല കാര്യത്തിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട്, നിങ്ങളുടെ ഒരു മെൻ്റൽ ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് നിൽക്കുന്നത് ഇവിടെ ഫിനാൻസ് ആണ്. എന്നാൽ അത് ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ശീലങ്ങളാണ്. നിങ്ങൾക്ക് അമിതമായിട്ട് പണം ചെലവാക്കുന്ന, ദൂർത്തടിച്ച് ഇരിക്കുക എന്ന് പറയുന്നൊരു മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൈസ കയ്യിൽ നിൽക്കാതെ നിങ്ങളിൽ നിന്ന് ഒഴുകി പോകുന്ന ഒരു സ്വഭാവം. അത് എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു സ്ഥിതി ചില വ്യക്തികൾക്ക് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ധനം നഷ്ടമാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ ഒരു മാസം നിങ്ങൾക്ക് അതിനെല്ലാം വിപരീതമായിട്ട് നിങ്ങൾക്ക് ഒരു സമ്പാദ്യം തുടങ്ങാനായിട്ട്, ഒരു നിക്ഷേപം തുടങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അത് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്.
അത് എത്രത്തോളം നിങ്ങൾ ഉപയോഗപ്രദമാക്കുന്നു അതിലാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള നന്മ ഇരിക്കുന്നത് എന്ന് പറയാം. കാര്യം ഇവിടെ നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു, നിങ്ങൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമുക്ക് 3 ഓഫ് സ്വാർഡ്സ് വന്നിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് ലോസ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിന് ഇഷ്ടമുള്ള ഒരു വ്യക്തി അവരുടെ ഒരു വേർപാട്, അത് ഇവിടെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു 3 കാർഡ്സ് ഒന്നിച്ച് നോക്കിയാൽ തന്നെ അറിയാം. ഒരു വ്യക്തിയുടെ ഒരു നഷ്ടം, ആ നഷ്ടത്തെ തുടർന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മനോവിഷമം, അത് നിങ്ങളെ ഒരു ഡിപ്രഷനിലേക്ക് വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, റിലേഷൻഷിപ്പിലെ ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മരണമായിരിക്കാം, അത് എന്ത് തന്നെയാണെങ്കിലും അത് ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു വളർച്ചയുണ്ട്, ഒരു സോളിൻ്റെ ഒരു പ്രോഗ്രഷന് വേണ്ടിയിട്ട് അതിവിടെ ആവശ്യമാണ് എന്നുള്ളതാണ്. നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന കാർഡ് തന്നെ ഡിഗ്നിഫൈഡ് സ്ട്രെങ്ത് ആണ്. നിങ്ങളുടെ മനസ്സിനൊരു സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ സാഹചര്യത്തിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോവേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എന്നുള്ളത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു മാസമാണ്. അതായത് നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്. ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ കണ്ടെടുക്കാൻ പോകുന്ന ഒരു മാസമായിരിക്കും. അതായത് എംപറോ എനർജി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, പവർഫുൾ എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ശക്തി നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ്. നിങ്ങളുടെ ഉള്ളിലെ കമ്മിറ്റ്മെന്റ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിങ്ങളെ നിങ്ങൾ കണ്ടെത്തുകയാണ്. നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം ചിലർ ആ ഒരു എനർജിയിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ നിങ്ങളൊന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ ആ ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്കുള്ള ദൂരം മനസ്സിലാക്കി. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിൽക്കാമെങ്കിൽ മനസ്സ് വിചാരിച്ചാൽ നിങ്ങൾക്ക് എവിടെ നിൽക്കാം, എവിടെ എത്താം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നൊരു സമയമാണ്. അതിന് ചില സമയത്തെങ്കിലും ഈ ഒരു ഡിപ്രഷൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും അധികം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് നമ്മളൊരു ഡിപ്രസീവ് സ്റ്റേജിലേക്കൊക്കെ പോകുന്നത്. അവിടെ നിന്ന് നിങ്ങളൊരു അന്വേഷണമാണ്, എങ്ങനെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചേ പറ്റുള്ളൂ. അത് സങ്കടപ്പെട്ട് ജീവിക്കണോ സന്തോഷത്തോടെ ജീവിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അപ്പം നിങ്ങളെ എല്ലാവരിൽ നിന്നും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് വ്യക്തികളിൽ നിന്നും, പലരിൽ നിന്നും യൂണിവേഴ്സ് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കൊരു സൈൻ ആയിട്ട് ഈ ഒരു സമയം എടുക്കാവുന്നതാണ്. അത് പെട്ടെന്നുണ്ടാവുന്നതല്ല, വളരെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിലും മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്കുള്ള ഒരു ജേർണിയാണ്, നിങ്ങൾക്ക് ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. പലപ്പോഴും നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്ന സമയത്തും ഒക്കെ നിങ്ങളെ മറന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് പറയാനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ പ്രവർത്തിക്കാനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സമയം. കാരണം അങ്ങനെയാണ് നിങ്ങളെ കണ്ടീഷൻ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നോ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ആ നോ കേട്ട് നിങ്ങൾക്ക് ആ നോ ശീലമായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്ത അവസ്ഥയിലേക്ക്, നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഇല്ലാത്ത അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ മാറിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളുടെ യഥാർത്ഥ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ജേർണിയാണ്. ഈ ഒരു സമയത്ത് പരീക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടാത്ത വ്യക്തികൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉപയോഗമില്ലാത്ത വ്യക്തികൾ, അവർക്കിനി പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റിയും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ലാത്തവരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യൂണിവേഴ്സ് എടുത്ത് മാറ്റുകയും ചെയ്യും ഈ ഒരു ജേർണിയിൽ, ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു മെയിൽ ഡോമിനൻസി കാണിക്കുന്നുണ്ട് ഇവിടെ. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാളായിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യേണ്ട, നിങ്ങളുടെ ഏറ്റവും പേഴ്സണൽ ക്ലോസസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ വളരെ ഡോമിനേറ്റിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ചിലവർക്ക് ഇത് നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം. ഇത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് നൽകുന്നതായിട്ടുള്ള ഒരു എനർജി ഉണ്ട്.
അവിടെ നിന്ന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 7 of Wands ആണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സണൽ ബൗണ്ടറി വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്ന രീതികളിൽ കൂടി നിങ്ങൾ സഞ്ചരിക്കണമെന്നുള്ള ഒരു ബോധം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു പാത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ സഞ്ചരിക്കുകയാണെന്ന് മനസ്സിലാക്കി സ്വയം അവനവന്റെ ബുദ്ധിയിൽ തെളിയുന്ന കാര്യങ്ങൾ കൂടെ സഞ്ചരിക്കുക, അവനവന്റെ ജീവിതം ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം. നിങ്ങളിലും ഈ ഒരു എംപറർ എനർജി ഉണ്ട്. സോ ഇത് ഒരു 2 ആൽഫ മെയിൽ തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോമ്പറ്റീഷൻ പോലെ, ഈഗോ ക്ലാഷ് പോലെ ഇവിടെ ചെറിയ രീതിയിൽ വന്നേക്കാം. കാര്യം നിങ്ങൾ ഒരു ഫീമെയിൽ ആണോ മെയിൽ ആണോ ജെൻഡർ എന്നുള്ളതല്ല നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫീമെയിൽ ആയിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ഈ ഒരു സ്ട്രോങ് എംപറർ എനർജി ആണ്, വിച്ച് ഇസ് റിയലി ഗുഡ്. അത് നിങ്ങൾക്ക് അത്രയും സോൾ പർപ്പസ് ഉള്ളതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു എനർജി തന്നിരിക്കുന്നത്. പക്ഷെ അതിനെ സപ്രസ് ചെയ്യാൻ നോക്കുന്ന അതിലും വലിയ ഒരു മെയിൽ ഡോമിനൻസി നിങ്ങളുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം നിൽക്കുന്നത് ഡിസ്റ്റോർട്ടഡ് മെസ്കുലൈൻ എനർജിയിലാണ്. അതല്ലാതെ ഈ എംപറർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഡിവൈൻ മെസ്കുലൈൻ എനർജിയിലല്ല, ഡിസ്റ്റോർട്ടഡ് മെസ്കുലൈൻ എനർജിയിലാണ് ഇവിടെ നിൽക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ആ മാറ്റം വരുത്തേണ്ടത്. ആ ഒരു മാറ്റം നിങ്ങൾക്ക് വരുത്താനായിട്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു ബലം ആവശ്യമാണ്. ഈ ഒരു കാർഡ് ഡിഗ്നിഫൈഡ് ഇത് പറയുന്നത് നിങ്ങൾ എവിടെയാണോ നിൽക്കേണ്ടത് അവിടെ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും പവർ ഉണ്ടാകുന്നത്. നിങ്ങൾ നിൽക്കരുതാത്തതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ പോയിട്ട് നിന്നിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കാണിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറ്റില്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഈ അണ്ണാന് നല്ല രീതിയിൽ മരം കയറുന്ന ഒരു ജീവിയാണ്, എന്നാൽ അതിനെ കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് മീനിന്റെ ഒപ്പം നീന്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? സോ അവനവന്റെ കരുത്തുണ്ട്, അവനവന്റെ മേഖലകളുണ്ട്, അതിലാണ് നിങ്ങളുടെ വ്യക്തിത്വം കാണിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എവിടെയാണോ ഉള്ളത് അത് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. പക്ഷെ അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ. അത് കാണാതെ നിങ്ങൾ അവിടുത്തെ വീക്ക്നെസ് ആണ് കാണുന്നത്. ഞാൻ ഇവിടെ അല്ല നിൽക്കേണ്ടത് എന്നുള്ള ഒരു തോട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ നിൽക്കേണ്ടിടത്തേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളതും സ്വയം പരിശോധിക്കുക. പല ജോലികളും പല കാര്യങ്ങളും നമ്മളെല്ലാവരും ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൽ പുറകോട്ടാണ് എന്നുള്ളതല്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. പാട്ട് പാടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് എല്ലാവരും പാടുന്ന പോലെ ചിലപ്പോൾ പാടാൻ ആ വ്യക്തിക്ക് പറ്റിയെന്ന് വരില്ല. അവന്റെ വോയിസിന് ചേർന്ന സോങ്, അവന്റെ സ്റ്റൈലിന് ചേർന്നിട്ടുള്ള ഒരു സോങ് സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ അവിടെ ഷൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം എല്ലാവരും പാടുന്നു എന്നുള്ളത് കൊണ്ട് അതിലവൻ പാടിക്കഴിഞ്ഞാൽ അവൻ അവിടെ പുറകോട്ട് നിൽക്കും. സോ ഇത് നിങ്ങളിൽ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി തരുന്ന ഒരു സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് എല്ലാവരും ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ കുറഞ്ഞ ആളാണെന്നുള്ള ഒരു തോട്ട്. പക്ഷെ നിങ്ങളുടെ വീക്ക്നെസ്സിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടെത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പയനീർ ആണ്. അവിടെ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കാതെ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ പോകുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും. അത് ഒഴിവാക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ഈ ഒരു മാസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ഈ ഒരു മാസം നിങ്ങൾ എന്തൊക്കെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്? മാഴ്സ് എനർജിയാണ്.
യെസ്, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്, ആക്ഷൻ എടുക്കേണ്ട സമയമാണ്. മാഴ്സ് തന്നെ ഇത് ഡിഗ്നിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഏരിസില് സ്കോർപിയോയിലൊക്കെ മാഴ്സ് നിൽക്കുന്ന സമയത്ത് മാഴ്സിന്റെ ക്വാളിറ്റി കാണിക്കും, മാഴ്സായിട്ട് ബിഹേവ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ കാപ്രിക്കോണിൽ മാഴ്സ് നിൽക്കുന്ന സമയത്ത് ഏറ്റവും എക്സോൾട്ടഡ് എനർജിയാണ്. അവിടെ അവന്റെ തനി നിറം എന്ന് പറയുന്നത് പോലെ അവന്റെ ഏറ്റവും ഉയർന്ന പേഴ്സണാലിറ്റി അവന് കാണിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വേറെ ഏത് ഭാവത്തിൽ ഇരിക്കുന്നു അവിടെയൊക്കെ മാഴ്സ് വീക്കാണ്. സ്പെഷ്യലി ക്യാൻസറിലാണെങ്കിൽ ഏറ്റവും അധികം വീക്കാണ്. അവിടെ ഒന്നും മാഴ്സിൻ്റെതായ ക്വാളിറ്റീസ് കാണിക്കാനായിട്ട് സാധിക്കില്ല. മാഴ്സ് ഹോട്ട് പ്ലാനറ്റ് ആണ്, ഫയർ എന്ന് പറയാം. ക്യാൻസർ എന്ന് പറയുമ്പോൾ വാട്ടർ ആണ്. വെള്ളത്തിൽ തീ കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? അണഞ്ഞു പോകും അല്ലെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടേതായ സ്ഥാനം കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു മാസമാണ്. യെസ്, നെക്സ്റ്റ് വൺ നമുക്ക് IC വന്നിട്ടുണ്ട്. യെസ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണത്. ഇത് നിങ്ങളുടെ റൂട്ട്സ്, നിങ്ങളുടെ 4th ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ട്രെയ്റ്റ്സ്, നിങ്ങളുടെ ഹോം അറ്റ്മോസ്ഫിയർ, നിങ്ങളെ വാർത്തെടുത്തിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയാം, അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു നടക്കുക. നിങ്ങളുടെ വേരുറച്ചത്, അതായത് ഒരു 3 മുതൽ 6 വയസ്സ് തുടങ്ങി ഒരു 6 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നിങ്ങളുടെ വേരുകൾ ഇവിടെ ഉറക്കുകയാണ്. ആ സമയം തൊട്ട് ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസ് എല്ലാം നിങ്ങളാക്കി മാറ്റാൻ, നിങ്ങൾ എന്താണെന്നുള്ളതിനെ വാർത്തെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അക്നോളജ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നുന്നുണ്ട് ഇതിൽ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ്. തിരികെ പുറകിലേക്ക് നടക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ്. ബേസിക്കലി ഒരു ഹീലിംഗ് എടുത്ത് പഴയ കാര്യങ്ങളെല്ലാം എറേസ് ചെയ്ത് പുതിയ കാര്യങ്ങൾക്കുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ 8th ഹൗസ്. ഓ വാവ്, മിസ്റ്ററി ഹൗസ് ആണ് 8th ഹൗസ്. ഇവിടെ നിങ്ങളുടെ പവറിനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് നൽകേണ്ട പല കാര്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വളരെ എവിഡൻ്റ് ആയിട്ടൊന്നും ആയിരിക്കില്ല, വളരെ സേർട്ടിലായിട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു പൈസ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സാലറി, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങളെ ഏതെങ്കിലും ഒരു പ്രഷർ പോയിന്റിൽ നിർത്തിയിട്ട് അവരുടെ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതൊന്ന് പുറത്തു കടക്കേണ്ട സമയം. ഇത് ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളുടെ പവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന എനർജിയാണ് അത്, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള എനർജിയാണ്. ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട പല റൈറ്റ്സ് ഉണ്ട് ആസ് എ പാർട്ട്ണർ, അതൊക്കെ നിഷേധിക്കുന്നുണ്ട്, എന്നിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അതും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു സമയമാണ്. ഒരു ക്ലിയർ ആൻഡ് ഹെൽത്തി ബൗണ്ടറി നിങ്ങൾ സ്വയം സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും മിസ്റ്ററി റിവീൽ ചെയ്ത് വരുന്ന സമയമാണ്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യത്തിലും നിങ്ങളെ ഒരിക്കലും കൺട്രോൾ ചെയ്യുന്നില്ലാത്ത വ്യക്തികളുണ്ട്. നിങ്ങളുടെ പെക്യൂലിയാരിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാൽ ഈ വ്യക്തികൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു തരത്തിലൊരു കൺട്രോൾ ഇല്ല. ചിലപ്പം അവരൊരു സപ്പോർട്ടൊന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഒരു കൺട്രോളിങ് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ജസ്റ്റ് പാർട്ട് ഓഫ് ഹൂ യു ആർ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവരെ നിങ്ങൾക്ക് വിശ്വസിച്ച് കൂടെ നിർത്താം എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. ഈ ഒരു 8th ഹൗസിന്റെ മിസ്റ്ററി നിങ്ങൾക്ക് റിവീൽ ആക്കി വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 8th ഹൗസിനെ നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 2nd ഹൗസിനെ സ്ട്രോങ് ആക്കുക. നിങ്ങളുടെ 2nd ഹൗസ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാം. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ വരിക. രണ്ടാമത്, നിങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കുക എന്നുള്ളതാണ്. ആകർഷിക്കുക എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട്, ഹോണസ്റ്റ് ആയിട്ട്, സ്വീറ്റ് ആയിട്ട്, ഡിപ്ലോമാസി യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ കുഴപ്പമില്ല. പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ
പറയേണ്ട കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുത്ത് നെഗറ്റീവ് ആണെങ്കിൽ പോലും മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം നിങ്ങളുടെ സംസാരത്തിൽ. ഒരു തരത്തിലുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് തരുന്നുള്ളതാണ്, ഒരു ലിബറേഷൻ തരും. നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ ഫ്രീ ആവുകയാണ്, അല്ലേ? ഇത് പലപ്പോഴും പറയാൻ പറ്റാതെ ഉള്ളിലൊരു പ്രഷർ പോലെ ബിൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജി തരുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ സ്പേസ് തരാതെ നിങ്ങൾക്ക് സപ്രസ് ചെയ്യേണ്ട അവസ്ഥ സൃഷ്ടിക്കും. അതായത് നിങ്ങൾക്ക് പറയാനുള്ള അവസരം വരുമ്പോൾ അവരവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ പല രീതിയിലും ഒഴിഞ്ഞു മാറാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങളെ ഷൗട്ട് ചെയ്ത് കൺട്രോളിൽ നിർത്താൻ നോക്കുക, അടിച്ചമർത്താൻ നോക്കുക, പല രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവസരം തരാതെ നിങ്ങളെ സപ്രസ് ചെയ്യുന്നവരാണ് ആരാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവരെ എടുത്തു മാറ്റേണ്ടതായിട്ടുള്ള കാര്യമാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 ഡിഗ്നിഫൈഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മെസ്സേജസ്. ഈ ഒരു മാസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആൻഡ് സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെക്ഷൻസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 പ്രോഗ്രഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. ഹായ്, ഹലോ, ഗ്രൂപ്പ് നമ്പർ 2, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു മാസം എങ്ങനെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഡിസിഷൻ എങ്ങനെ എടുക്കണം, എന്തൊക്കെ ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കണം, നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് യൂണിവേഴ്സ് കൊണ്ട് തരുന്നത് ആസ് സൈൻസ് ആൻഡ് മെസ്സേജസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫോർ യു ദിസ് മന്ത്? Okay, 2 of Wands. Okay, കൂടുതൽ കാർഡ്സ് നോക്കാം. Knight of Cups, ഇൻട്രസ്റ്റിംഗ്. 10 of Cups, വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ നിങ്ങളുടെ. 4 of Cups, കപ്സ് എനർജി വളരെ കൂടുതലാണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, നോക്കാം. 2 of Pentacles, കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ. ക്ലാരിഫിക്കേഷൻസ് നോക്കാം. Chariot, 10 of Swords, Queen of Swords, okay. Temperance, oh wow, 6 of Wands, bottom energy, the Emperor. നിങ്ങളിവിടെ ഒരു ജേർണിയിലാണ്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ മാസ്റ്റർ കാർഡിൽ പറയുന്നത് പോലെ തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ജേർണിയിൽ തന്നെയാണ്. നിങ്ങൾ വളരെ കാലമായിട്ട് ഏതോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്പെഷ്യലി അതൊരു റിലേഷൻഷിപ്പ് ആവാനാണ് കൂടുതൽ സാധ്യത. മാനസികമായിട്ടുള്ളതാണ്, മനസ്സ് കൊടുത്തിട്ടുള്ളതാണ്, അതായത് സ്നേഹം അവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് വളരെ ആഗ്രഹിച്ച ഒരു ജോലി, ഒരു കരിയറാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്. അതുപോലെ തന്നെ എന്തോ ഒരു കാര്യമാണ്, ഒരു ഡ്രീമാണ്, നിങ്ങളുടെ ഒരു ഡ്രീമാണത്. ഈ ഒരു ഡ്രീം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് കുറേ കാലമായിട്ട് അതിനൊരു അവസരം വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രീം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് 101% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് സ്പെസിഫിക്കലി പറഞ്ഞാൽ ഇവിടെ ചില വ്യക്തികൾക്ക്
ഒരു മാരേജിലേക്ക് എത്തുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് പ്രപ്പോസൽ വരികയും അതൊരു മാരേജിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് നിങ്ങളുടെ മാരേജിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഷ്യൂസൊക്കെ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുകയും അതേ തുടർന്ന് വീണ്ടും തിരികെ നിങ്ങളുടെ സന്തോഷം ഒരു ആസ് എ ഫാമിലി എന്നുള്ള രീതിയിൽ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാരേജ് നോക്കുന്ന സിംഗിൾസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഓൺ ആൻഡ് ഓഫിലൊക്കെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ സെപ്പറേഷനിലൊക്കെ വളരെ വർഷങ്ങളായിട്ട് പോലും നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഉണ്ടാവുകയും അത് ഉടനെ തന്നെ ഒരു മാരേജിലേക്കൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു മാസം തന്നെ ഡിസൈഡ് ചെയ്യാണ് ടു ഗെറ്റ് മാരീഡ്. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ ഒരു ബ്രൈഡ് ഗ്രൂം എനർജിയാണ്. സോ മാരേജ് നോക്കുന്നവർക്കാണെങ്കിൽ മാരേജ് ഒക്കെ നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന നിങ്ങളുടെ ബ്രൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. വളരെ കാലങ്ങളായിട്ട് സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 4 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. കുറെ കാലമായിട്ട് നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കാതെ നിങ്ങൾ അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആണ്. ഇതിന് ഇതെന്ത് ചെയ്യണം എന്നറിയില്ല, ഇതൊന്നും മൂവ് ഓൺ ചെയ്യാനും പറ്റുന്നില്ല, ഈ ആഗ്രഹം ഉപേക്ഷിക്കാനും സാധിക്കുന്നില്ല. പക്ഷെ ഇതിൽ നിങ്ങൾക്കൊരു ഹോപ്പ് കാണാനും സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡ്രീം നിങ്ങളിലേക്ക് വരുന്നത്. ഇത് വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു പകപ്പ് ഉണ്ടാവുകയാണ്. ഇത് വാട്ട് ഐ ഷുഡ് ഡു, ഞാനിതിപ്പോൾ സ്വീകരിക്കണോ, സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയതുപോലെ എന്നിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, അതാണ് നിങ്ങൾക്കിവിടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ആ ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ വരുന്നത് അവസരമാണ്. ഇത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അവസരം കൊണ്ടുതരാണ്. അതായത് നിങ്ങളുടെ ഡ്രീം നിങ്ങളിലേക്ക് എത്തുകയാണ്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് ഡിസിഷൻ എടുക്കുക. അത് ഫാസ്റ്റായിട്ട് ഡിസിഷൻ എടുക്കണ്ട, സ്ലോ ആയിട്ട് ആലോചിച്ചിട്ട് മതി. പക്ഷെ പേടിയുടെ പുറത്ത് ഒരു ഡിസിഷൻ എടുക്കരുത്. പാസ്റ്റിൽ ഇത് പോയി, അതുകൊണ്ട് ഇത് ഇനിയും പോവോ എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളിലേക്ക് വീണ്ടും വരില്ലല്ലോ. നിങ്ങളിലേക്ക് അത് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒരു സമയമാണ് ഇത് റിസീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാം. അതിൻ്റെ അകത്ത് പേടി വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്തിനും പ്രസന്റ് മൊമെന്റിൽ നിന്നുകൊണ്ട് വേണം മനസ്സിലാക്കി അനലൈസ് ചെയ്യാൻ. പാസ്റ്റിൽ നിന്ന് അത് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയി, അതെങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നുള്ള ലെസൺ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ആ പേടി വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഓഫ് സ്വേർഡ്സിന്റെ എനർജിയിൽ നിൽക്കും. ഇവിടെ എവിഡന്റ് ആയിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് മെജോറിറ്റി ആൾക്കാർക്കും ഒരു മാരേജ് ആണ്. ചില വ്യക്തികൾക്ക് ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക്കൽ എന്തോ ഡ്രീമാണ്. അതിന് ഡെസിഷൻ മേക്കിങ്ങിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഡെസിഷനിൽ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 ഓഫ് കപ്സിന്റെ എനർജിയിൽ ഹാപ്പി ആയിട്ടിരിക്കാം. എന്നാൽ ഇവിടെ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 10 ഓഫ് സ്വേർഡ്സിന്റെ എനർജിയിൽ മരിച്ച് ജീവിക്കാം. ദിസ് ഇസ് അപ് ടു യു. ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉള്ള മേജർ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. ചാരിയറ്റ് എനർജിയും ഉണ്ട്. ഇതും കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. ദിസ് വേ ദാറ്റ് വേ, ഏത് വഴി എടുക്കണം അറിയില്ല. അങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ക്വീൻ ഓഫ് സ്വേർഡ്സിന്റെ എനർജിയാണ്. മാച്വർ തിങ്കിങ്. ഓരോ സാഹചര്യത്തിന്റെ പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്യുക. അതായത് ഈ സാഹചര്യം എന്നിൽ വരുന്നത് കൊണ്ട് എൻ്റെ സന്തോഷത്തിന് സമാധാനത്തിനും ഗുണമാണോ ചെയ്യുന്നത് ദോഷമാണോ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എന്താണ് ഉത്തരം എന്നുള്ളതനുസരിച്ച് ഡിസിഷൻ എടുക്കാം. രണ്ടാമത്, ഈ ഒരു സാഹചര്യം എന്നിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് എൻ്റെ ഭാവി ജീവിതത്തിന് ഇത് ഗുണമാണോ ഇത് ദോഷമാണോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് യെസ് ഓർ നോ എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഡിസിഷനിലേക്ക് എത്താം, ഒരു കൺക്ലൂഷനിലേക്ക് എത്താം എന്നുള്ളതാണ്. എവിഡന്റ് ആയിട്ട് ഇവിടെ 2 എന്നുള്ള മെസ്സേജാണ്. ഇത് 2. ഓ മൈ ഗോഡ്, 2 ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ ബോൾ ഇസ് ഇൻ യോർ കോർട്ട് എന്ന് പറയുന്നുണ്ട്. പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. യൂണിവേഴ്സ് അത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നിങ്ങളാണ് ഇനി അതിനെ
എങ്ങോട്ട് വിടണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. റൈറ്റ്. ഇമോഷണൽ ബാലൻസ് ഒക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഫ്രം 4 of Cups യു ആർ പ്രോഗ്രസിങ് ടു ടെമ്പറൻസ് എനർജി. അതായത് ഇമോഷൻസ് എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത്, മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത്, സങ്കടമാണോ എനിക്ക്, നിരാശയാണോ, സന്തോഷിക്കണോ, ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ആ ഇമോഷണൽ ബാലൻസിലേക്ക് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് ട്രൂലി എ ബ്ലെസ്സിങ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നിങ്ങളുടെ ബോട്ടം എനർജി എംപറർ വന്നിട്ടുണ്ട്, വിച്ച് മീൻസ് നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലൈൻ എനർജി സ്ട്രോങ് ആക്കി എടുത്താൽ തന്നെ നിങ്ങൾക്ക് ദിസ് വേ ദാറ്റ് വേ എന്നുള്ളതിന്, അല്ലെങ്കിൽ ഈ കൺഫ്യൂഷന് ഉത്തരം കിട്ടുന്നുള്ളതാണ്. കുറേയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നത് വഴി നിങ്ങൾക്ക് ആൻസർ ലഭിക്കും എന്നുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അത് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയതുപോലെ യൂണിവേഴ്സ് കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവാം, എങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോവാം എന്നുള്ളത് പ്രാക്ടിക്കലി പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യുക. ബുദ്ധി ഉപയോഗിക്കാതെ ഒരു മനുഷ്യനും ഈ ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിക്കില്ല. എങ്കിൽ പിന്നെ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം ഇല്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചാൽ പോരായിരുന്നു ദൈവം. അങ്ങനെ ആകുമ്പോൾ മറ്റ് മൃഗങ്ങളുമായിട്ട് നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. 4 കാലം എന്നുള്ളതിന് പകരം 2 കാല് 2 കൈ എന്നുള്ള ഒരു വ്യത്യാസം മാത്രം മതിയായിരുന്നല്ലോ. അപ്പം ബുദ്ധി, ബ്രെയിനാണ് മറ്റു മൃഗങ്ങളെയും മനുഷ്യനെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റല്ല, അതൊരു കഴിവാണ്. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നവരെ നമ്മൾ സെൽഫിഷ് എന്നോ, അല്ലെങ്കിൽ വളരെ ഗ്രീഡി ആണെന്നോ, അല്ലെങ്കിൽ ഏത് ലേബലിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞാൽ, ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്നില്ല എന്നോ ഒക്കെ വിളിച്ചു കഴിഞ്ഞാലും അത് ഈ പറയുന്നവരുടെ വീക്ക്നെസ് ആണ് എന്നേ പറയാൻ സാധിക്കുള്ളൂ. അവർക്ക് അത്രയും ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ സാധിക്കാത്തത്. സോ ബുദ്ധി ഉപയോഗിക്കുന്നത് എപ്പോഴും അത് പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിലും പ്രൊഫഷണൽ കാര്യങ്ങളിലാണെങ്കിലും, പ്രൊഫഷണൽ മാത്രമല്ല ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളൊരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ, പഠന വിഷയമോ ജോലി സംബന്ധമായ വിഷയമോ കൈകാര്യം ചെയ്യുമ്പോഴല്ല മാത്രമല്ല നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. പേഴ്സണൽ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ പഠിക്കുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? പഠിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പഠനങ്ങൾ ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് വൈകാരികമായിട്ട് അല്ല ഡിസിഷൻസ് എടുക്കേണ്ടത്, വൈകാരികമായിട്ട് കാണേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ഡ്രീംസ് എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് എപ്പോഴും വൈകാരികതയുണ്ട്. നിങ്ങളുടെ സ്വപ്നമാണ്, സ്വപ്നം അത് എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ മനസ്സ് കൊടുത്തിട്ടുള്ളതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ആഗ്രഹമാണ്. അവിടെ ഇമോഷൻസ് ഉണ്ട്, പക്ഷെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധി വേണം. അപ്പൊ അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യേണ്ട മനോബലം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു മാസം മനസ്സിലാക്കി ഇരിക്കേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, കൂടുതലായിട്ട് നിങ്ങൾ ഈ ഒരു മാസം എന്ത് കാര്യങ്ങളാണ് അറിയേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് കൂടുതലായിട്ട് അറിയാനുള്ളത് ഈ ഒരു മാസം നമുക്ക് നോക്കാം. ഓക്കെ, റെട്രോഗ്രേഡ് എനർജി വന്നിട്ടുണ്ട്. സാറ്റേൺ ഇപ്പോൾ റെട്രോഗ്രേഡ് ആണ്. പൈസസ് ആൻഡ് ടോറസ്. ടോറസ് ഇൻ പൈസസ് എനർജി, സ്ട്രോങ് വീനസ് എനർജി ആണ് അത് സൂചിപ്പിക്കുന്നത്. ആൻഡ് ബോട്ടം എനർജി 3rd ഹൗസ് ആണ്. ഈ റെട്രോഗ്രേഡ് ആയിട്ടുള്ള പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രഗതിയിൽ കറങ്ങുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്ലാനറ്റ്സും യഥാർത്ഥത്തിൽ തിരിഞ്ഞു കറങ്ങുന്നില്ല. അവരെല്ലാം എപ്പോഴും ക്ലോക്ക് വൈസ് മോഷനിലാണ് ഉള്ളത്. പക്ഷെ ഓരോ പ്ലാനറ്റിനും ഓരോ സ്പീഡാണ് ഉള്ളത്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഓരോ ഗ്രഹങ്ങളും സൂര്യനെ വലം വെക്കുന്നത് ഡിഫറെന്റ് സ്പീഡ്സിലാണ്. കാരണം അവരുടെ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ സ്പീഡും ഡിഫറെൻ്റ് ആണ്. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ നമ്മളുടെ വേരുറപ്പിച്ചിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സ്പീഡ് ഡിഫറൻസ് കാരണം ഓരോ പ്ലാനറ്റ്സും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില പ്ലാനറ്റ് പുറകിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ ആ സമയത്ത് ആ കറങ്ങുന്ന പ്ലാനറ്റ്സിനെ നമ്മൾ വക്രഗതിയിൽ കറങ്ങുക എന്ന് പറയും, റെട്രോഗ്രേഡ് ആയിട്ട് കറങ്ങുക എന്ന് പറയും. അപ്പൊ ഇത് നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ് ഏതാണോ ആ പ്ലാനറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെയാണോ ആ മേഖലകളിൽ നിങ്ങൾക്ക് കർമ്മ കുറച്ചുകൂടെ ഉണ്ട്. നിങ്ങൾ അതിലൊന്ന് പുറകിലേക്ക് സഞ്ചരിച്ചിട്ട് കുറച്ചൊരു കർമ്മ ക്ലിയർ ചെയ്താൽ മാത്രമാണ് അവിടെ സക്സസ് നേടാൻ സാധിക്കുകയുള്ളൂ. എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചുകൾ കൂടുതലാണ് എന്ന്. ഉദാഹരണത്തിന്, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബർത്ത് ചാർട്ടിൽ ശനി വക്രഗതിയിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഒരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് കുറേ കർമ്മകൾ ക്ലിയർ ചെയ്യാനുണ്ട്. അത് ക്ലിയർ ചെയ്താൽ മാത്രമേ ശനി നിൽക്കുന്നത് ഏത് ഭാവത്തിലാണോ ആ ഭാവത്തിന്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ശനി നിൽക്കുന്നത് 10ാം ഭാവമായ നിങ്ങളുടെ കരിയർ ഹൗസിലാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വിജയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരാൾ വർക്ക് ചെയ്യുന്നതിലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് ജോലി നഷ്ടം സംഭവിക്കും. നിങ്ങൾക്ക് ആ ജോലിയിൽ ഒരുപാട് ഹ്യൂമിലിയേഷൻസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം തരണം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി വിജയിക്കാൻ സാധിക്കുക. ഇത് കൂടുതലും അനുഭവിക്കുന്നത് എപ്പോഴാണ്? ഓരോ വർഷകാലത്തിലും അല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള ട്രാൻസിറ്റ് സമയങ്ങളിൽ എപ്പോഴൊക്കെ റെട്രോഗ്രേഡ് വരുന്നു ആ സമയത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ചാലഞ്ചസ് ഓപ്പർച്യൂണിറ്റീസിന്റെ രൂപത്തിൽ യൂണിവേഴ്സ് കൊണ്ടുതരും എന്നുള്ളതാണ്. അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഇവിടെ ഈ ഒരു സമയം നിങ്ങൾ പല കാര്യത്തിലും ഏറെ ദൂരം മുന്നോട്ട് നടന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ പെട്ടെന്ന് എല്ലാം വീണ്ടും പഴയപടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊന്ന് തിരിഞ്ഞു നടന്ന് കറക്റ്റ് ചെയ്യേണ്ട കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു റെട്രോഗ്രേഡ് നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ ഐ എം ക്യൂരിയസ്. നമുക്ക് നോക്കാം. ഈ റെട്രോഗ്രേഡ് ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് എടുക്കാം. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യം എന്ന് പറയാൻ സാധിക്കില്ല. ഇറ്റ്സ് ഓൾ ടുഗെദർ എന്ന് തന്നെ പറയണം. ഇത് കാണുന്ന വ്യക്തികൾ, നിങ്ങൾ ഏതെങ്കിലും ഈ കാണുന്ന വ്യക്തികൾക്ക് ശനിയുടെ അധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. നിങ്ങൾക്ക് 7ര ശനി, കണ്ടക ശനിയോ അഷ്ടമ ശനിയോ പോലെയുള്ള സമയങ്ങളിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ശനി മഹാദശ സമയം, അന്തർദശ സമയങ്ങളിലായിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ ജീവിതം മുഴുവനായിട്ട് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. ഏറെ ദൂരം ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ, മുന്നോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ബിഹേവിയർ ആയിരിക്കാം, മൊത്തത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകളായിരിക്കാം. ആൻഡ് ഇവിടെ പൈസസ് ആണ് വരുന്നത്. ഓൾസോ ഇവിടെ യാത്രകൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു കടല് കടന്നുള്ള ഒരു യാത്ര അത് ഇവിടെ അനിവാര്യമാണ്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്, പൈസസും ആണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾക്ക് ഇപ്പം അബ്രോഡൊക്കെ നിങ്ങൾക്കൊരു ജോബ് ഓഫർ വന്നിട്ട് നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ കർമ്മ ഉള്ളതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾക്ക് അവസരങ്ങൾ വരും, നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത, അതിനുള്ള സാഹചര്യം, കാരണം നിങ്ങൾക്ക് അവിടെ കർമ്മയുണ്ട്. നമുക്കവിടെ പൈസസ് ആൻഡ് ടോറസ് എനർജി ഒന്നിച്ച് വന്നിരിക്കുകയാണ്. ടോറസ് റൂൾ ചെയ്യുന്നത്, ഇടവം രാശി റൂൾ ചെയ്യുന്നത് വീനസ്, ശുക്രനാണ്. ആൻഡ് ശുക്രൻ ഏറ്റവും അധികം ബലം ഉണ്ടാകുന്നത് പൈസസിൽ നിൽക്കുമ്പോഴാണ്. സോ ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കറക്റ്റ് ചെയ്യുക, നിങ്ങളുടെ തോന്നലുകൾ കറക്റ്റ് ചെയ്യേണ്ട സമയം. നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യത്തിലും അവിടെ ഒരുപാട് കാര്യമുണ്ട്, അത് തന്നെയാണ് കാര്യമുണ്ട്, അത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിൽ, റിലേഷൻഷിപ്സിൽ, സ്പെഷ്യലി നിങ്ങളുടെ ലവ് അഫെയേഴ്സ്, പാർട്ട്ണറുമായിട്ടുള്ള ബന്ധങ്ങൾ, ഓൾസോ നിങ്ങളുടെ കൊച്ചു കുട്ടികൾ, സ്പെഷ്യലി കൊച്ചു പെൺകുട്ടികളുമായിട്ടുള്ള ഇക്വേഷൻ, നിങ്ങളുടെ മകളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നെയ്ബേഴ്സ് ആയിരിക്കാം, അടുത്തൊക്കെ ഉള്ള കൊച്ചു കുട്ടികളൊക്കെ ആയിട്ട്, കൊച്ചു പെൺകുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അതൊക്കെ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുന്നത്, ഒന്ന് തിരുത്തുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ഇതെല്ലാവരുടെയും കാര്യമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സമയം നല്ലതായിരിക്കും. കാര്യം ശുക്രൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, കൊച്ചു കുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ, കന്യകമാരായിട്ടുള്ള പെൺകുട്ടികൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് അവരിൽ ഏറ്റവും അധികം അൺകണ്ടീഷണൽ ലവ് ഉള്ള ഒരു എനർജിയാണ് അത്. ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ അൺകണ്ടീഷണൽ ലവ് ആണ്. അവരിലാണ് ഏറ്റവും അധികം ശുക്രന്റെ പ്രസൻസ് ഉള്ളത്. സോ അവരുടെ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് ലഭിക്കുകയാണ്, അവരുടെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജേർണി നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന് നിങ്ങൾക്ക് സഹായകമാകുന്ന കാര്യം, അതായത് ഈ ഒരു കർമ്മ തിരുത്താനായിട്ടും ശുക്രനെ സ്ട്രോങ് ആക്കാനായിട്ടും ഒക്കെ തന്നെ സഹായകമാകുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് കമ്മ്യൂണിക്കേഷൻ, തേർഡ് ഹൗസ് എനർജിയാണ്. നിങ്ങളുടെ സിബ്ലിങ്സിനും നിങ്ങളെ സഹായിക്കാൻ കഴിയും ഈ ഒരു സമയം. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്കൊരു ഒരു ഒരു സ്ട്രെങ്ത് ആയിട്ട് ഈ ഒരു സമയം എടുക്കാം. ഡെവലപ്പ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നിങ്ങളുടെ ജോലിയിലാണെങ്കിലും അത് ആവശ്യമാണ്. അത് പക്ഷെ ബാക്ക് ഫയർ ചെയ്യാതെ ശ്രമിക്കുക. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ, പറയേണ്ട കാര്യങ്ങൾ വളച്ചു ചുറ്റി പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് സെക്കൻഡ് ഗസ് ചെയ്യാൻ അവസരങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ചതായിരിക്കില്ല അവർ മനസ്സിൽ ഇമാജിൻ ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നത്? പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഗസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഇതിൻ്റെ അകത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാതെ നോക്കുക, മറിച്ച് കമ്മ്യൂണിക്കേഷനെ നിങ്ങളുടെ പവറായിട്ട് സ്ട്രെങ്ത് ആക്കി മാറ്റുക. ഓക്കെ, യെസ്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, മൈൻഡ് മാസ്റ്ററി ലെസൺ, സ്പിരിച്വൽ മെഡിറ്റേറ്റീവ് സെഷൻസ് ഒക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, അപ്പോയിൻമെന്റ്സ് ലഭ്യമാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു ടോപ്പിക്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് കാണുന്നത് വരെ all of you all take care. Bye.